കാര്യമുണ്ട്. എന്താ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചോദിക്കാവോന്ന് എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോ എന്താ? മോളൊരു ഫുള്ളൊരു പിടി ഞങ്ങളോട് വന്നോട്ടെ. പ്രേമ നീ ഇപ്പോഴേ ഫിറ്റാ? ആര് പറഞ്ഞു? ആണ് പ്രേമ. പിന്നെ അല്ല. എന്റെ പപ്പ മേളിൽ വന്നിരിപ്പുണ്ട്. നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ വേഗം വരാം. പാപ്പൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ പപ്പൻ വന്നിട്ടുണ്ടെന്ന്. അതിനിപ്പ എന്നാ? അവന് നമ്മുടെ ബബീഷേൻ്റെ അതേ ചായ ഇല്ലേന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനി അവനാണ് നമ്മൾ അന്വേഷിച്ചു വന്ന അനിയനെങ്കിലോ? അപ്പോ ബബീഷേട്ടന്റെ അച്ഛൻ ഇവിടെയാണ് സെക്യൂരിറ്റി പണിക്ക് നിന്നത്. കുൽസ്യത്തിന് പറ്റിയ സ്ഥലാട്ടാ. അതൊന്നും ഉറപ്പിക്കാൻ വരട്ടെ, നമുക്ക് ആദ്യം പോയി നോക്കാം. Come on, ആ, let's go. അവിടെയല്ല അങ്ങോട്ട്. അങ്ങോട്ടാണോ? ആവശ്യടാ വണ്ടി സ്റ്റാർട്ടിംഗ് കേട്ടോ. ജീവ ആ പപ്പ. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, ആരും കണ്ടില്ല. അതാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ബബീഷേട്ടൻ അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബബിതയ്ക്ക് ഒരു ചാളയും മേടിച്ചേക്കാം. മേടിക്കാം. ഓ ലേഡീസ്. ഓ ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം. പപ്പൻ ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. ഞാൻ പ്രേമൻ, കാടാമ്പള്ളി പ്രേമൻ. ഈ പപ്പൻ എന്നൊക്കെ പറഞ്ഞപ്പോ കുറച്ചും കൂടെ പ്രായം കുറവാ ഞാൻ പ്രതീക്ഷിച്ചത്. പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നല്ലേ പപ്പൻ. എന്താ എന്താ ആളെവിടെ? മോശമായി. ആളെവിടെ? ഇതാണോ ഭവിഷ്യട്ടൻ? അതാണ്. എന്താണ്? എടാ ഇയാൾക്ക് അയാളുടെ അച്ഛനാണുള്ള പ്രായമില്ലേ? ഇന്നലെ വരെ അത്രയും പ്രായമില്ലായിരുന്നല്ലോ. എന്നാ ഇപ്പൊ കൂടി. എന്റെ കണ്ണിലെന്താ കുരുവാണ്? അല്ല കോമള. പപ്പ നമ്മളൊരു കടുങ്കൈ ചെയ്യാൻ പോവാ. സാക്ഷാൽ മേച്ചേരി ജോസ് കല്യാണം ഉറപ്പിച്ച മരുമകളെ നമ്മൾ പൊക്കുന്നു. നീ ഞെട്ടി, എനിക്കറിയാം. പേടിക്കണ്ട, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. അടുത്ത ആഴ്ച അവളും അവളുടെ ഫാമിലി കൂടി മാളിൽ വരുന്നുണ്ട്, എന്തോ ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പോൾ അവിടുന്ന് മുങ്ങുന്നു, പാർക്കിങ്ങിലെത്തുന്നു, അവിടുന്ന് നേരെ ബാംഗ്ലൂർ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലോ അല്ലേ? ഹേയ്, എന്ത് കുഴപ്പം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും അല്ലേ? അതെ. ഇതാരാ? യു നീങ്ങി വന്നേ. എന്തിന്? എന്താടാ? മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ റിയാക്ട് ചെയ്യുന്ന സത്യം ചെയ്യും. നീ പറ. അളി ആക്ച്വലി ഇതൊരു വള്ളിക്കേസാണ്. ഇങ്ങനെ വിസയും പാസ്പോർട്ടും അടങ്ങുന്ന ബാഗ് അവർ അടിച്ചുകൊണ്ടുപോയി. അത് കിട്ടിയെന്ന് പറഞ്ഞാൽ ആരെ ഇങ്ങനെ കോഫി ഷോപ്പിൽ വിളിച്ചിരുത്തി. ഇതുവരെ ഓക്കെ അല്ലേ? ഇയാളെ കണ്ടപ്പോൾ ഒരു പൂക്കി ലുക്ക് തോന്നി സെരയുടെ പപ്പയാണെന്ന് വിചാരിച്ച് ഞാൻ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചോണ്ടെന്ന് എന്നോട് ക്ഷമിക്കും. അങ്ങേർക്ക് ബ്രോ ഹീസ് ക്യൂട്ട്. പപ്പ കല്യാണം പ്രമാണിച്ച് ഇനി ഒരു അറിയിപ്പുണ്ടാവണവരെ ഒരു വള്ളി പിടിക്കാനും ഞാനില്ല. അതുകൊണ്ട് ഈ കണാപ്പൻ ആരെ കാണാൻ വന്നോ അങ്ങോട്ട് നീ ഒറ്റക്കുണ്ടാക്കി. ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക്? നീ ഇല്ലാതെ എനിക്കൊന്നും അറിയണ്ട, ഞാൻ ടെൻഷനില്ല. എനിക്ക് രണ്ടടിക്കണം. അളി അയാളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പൂക്കയ്ക്ക് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. എടാ ഈ കാശും പാസ്പോർട്ടൊക്കെ അതിനുള്ളായി പോയല്ലേ? ഇവിടെ വേറെ ആരെയും പരിചയമില്ല? പിന്നെ ഒന്നും നോക്കാനില്ല. ഓരോരുത്തർ അടിച്ചോ, നല്ല ആശ്വാസം ഉണ്ടോ? എനിക്ക് ചെറിയ ആശ്വാസം വേണേ. എനിക്കൊരാശ്വാസമായി നീയും, നിനക്കൊരാശ്വാസമായി ഞാനും. നമ്മുടെ ദാമ്പത്യം മനോഹരമാവാൻ നിനക്ക് എന്നെയും എനിക്ക് നിന്നെയും കണ്ടുകൊണ്ടിരിക്കാൻ ഈ സമ്മാനം എപ്പോഴും കൂടെ കൂട്ടുക. ഹാപ്പി ആനിവേഴ്സറി. വിശ്വസിക്കോ? ഭാവമൊക്കെ ഡയലോഗ് അത്ര നാച്ചുറലാണ്. സുരഭിലം എന്താക്കാം, അപ്പ നാച്ചുറലാണ്. ये तूने क्या किया नंब्यार? ഹലോ, KKC എന്റർപ്രൈസസ് പറയൂ സാർ. ഇത് വീണ്ടും പൊട്ടിപ്പോയി. അത് പൊട്ടിച്ച സാർ, അതൊരു പ്രസ് ഫിറ്റ് പരിപാടിയാണ്.
ഞെക്കിയാ മതി സാർ ശരിയായോ? ആ KKC എന്റർപ്രൈസസിലേക്ക് വിളിച്ചതിന് നന്ദി. മേ ഐ അസിസ്റ്റ് വിത്ത് യു സംതിങ് എൽസ് സാർ? അല്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഫുൾ ടൈം ഇതുകൊണ്ട് നടക്കുമോ? അല്ല, നല്ല ട്രാക്ക് ചെയ്യാൻ പറ്റും. സാർ ടെക്നിക്കലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ എൻ്റെ അടുത്ത് ചോദിച്ചോളൂ, ഞാനത് പരിഹരിച്ചു തരാം. അല്ലാതെ സാറിൻ്റെ ഭാര്യ ഇത് ഫുൾ ടൈം കൊടുക്കൊണ്ട് നടക്കോ, ഇതുമൂലം സാറിന് സാറിൻ്റെ ഭാര്യമേലുള്ള സംശയം ദുർനടപ്പ് അവസാനിക്കോ എന്നൊന്നും ഞാനോ എൻ്റെ ടീമോ ഓരോറൊപ്പം ഒരു കസ്റ്റമറിനും കൊടുക്കാറില്ല സാർ. ബൈ ദ ബൈ, സാറിൻ്റെ ഭാര്യ അത്ര സുന്ദരിയാണോ? അതെ, അധികം കളിച്ചാലേ ബ്രൗൺ ഷുഗർ കേസ് മേ അന്തർ ഡാലേ കസാലേ, ജാമ്യം കിട്ടാത്ത വകുപ്പാക്കി പൂട്ടിക്കളയും ഞാൻ. KKC എന്റർപ്രൈസിലേക്ക് വിളിച്ചതിന് നന്ദി സാർ. ശുക്രിയ.